ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടുത്തെ കുട്ടികൾ നേരിടുന്ന മാനസികമായ പ്രയാസം ഉൾപ്പെടെ അതിലെ പ്രതികരണങ്ങൾ തന്നെ ദിവസങ്ങളായി അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ വിട്ടുകളയൂ എന്ന് പറയുന്ന പോലീസാണുള്ളത്. എന്തുകൊണ്ടാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്? ഇതുവരെയും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ്. അഭിലാഷ്, കുറെ ദിവസങ്ങളായി കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ മാനസിക നില തന്നെ തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് അധ്യാപകർ നമ്മളോട് സ്ഥിരീകരിക്കുന്നത്. അതായത് ഒരാഴ്ച കാലമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിലൊരു അപരിചിതനെ, ഒരു സാമൂഹ്യ വിരുദ്ധനെ അവിടെ ശുചിമുറിയിൽ അടക്കം വിദ്യാർത്ഥിനികൾ കാണുന്നത്. പിന്നീട് അവരുടെ കിടപ്പുമുറിയിലേക്ക് ഇയാൾ കടന്നു വന്നു എന്നുള്ളതും നേർക്കുനേർ വന്ന് ഇയാൾ ഭീഷണി ഉയർത്തിയ ശേഷം ഇയാൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ആ സമയത്തൊന്ന് കരയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അത്ര ഭീതിതമായിരുന്നു സാഹചര്യം. പിന്നീട് ആ ഹോസ്റ്റലിലെ 80ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് കായംകുളം ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച പരാതി കുട്ടികൾ കൈമാറുന്നു. പക്ഷേ ഈ പരാതി കൈമാറി പോലീസ് നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ പോലും പല തവണ ഇയാൾ ആ ഹോസ്റ്റലിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഒന്നിലധികം പേർ അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നു. തൊട്ടടുത്തുള്ളത് ഒരു അന്യസംസ്ഥാനത്തുള്ള 400ഓളം തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടം തൊട്ടടുത്തുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധന നടത്തി. ഒരാഴ്ച പിന്നിട്ടിട്ടും CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടും പോലീസിന് ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് ഒരു വിദ്യാർത്ഥിനി പങ്കുവച്ച വിവരമാണ്. അതായത് അന്ന് രാത്രി, ഈ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഹോസ്റ്റലുള്ള ഘട്ടത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും ഈ സാമൂഹ്യ വിരുദ്ധൻ അയാൾ അവിടേക്ക് എത്തിയിരുന്നു. ഹോസ്റ്റലിന്റെ ടെറസിൽ ഇയാൾ നിൽക്കുന്നതാണ് വിദ്യാർത്ഥിനികൾ കണ്ടത്. തുടർന്ന് ആ വിദ്യാർത്ഥിനികൾ കൂട്ടം നിലവിളി ഉയർത്തുകയും ഇവർ പുറത്തേക്ക് ഓടി തൊട്ടടുത്തുള്ള MSM കോളേജിന്റെ മാനേജറുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അവിടുത്തെ ഗേറ്റ് തട്ടി തുറന്ന് വിദ്യാർത്ഥിനികൾ അകത്ത് പ്രവേശിപ്പിക്കുകയും കുട്ടികൾ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഇയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കുട്ടികൾ മാത്രമല്ല, അവിടെ ഭക്ഷണം പാകം ചെയ്യാനായി ഉണ്ടായിരുന്ന സ്ത്രീ അടക്കം ഇയാളെ കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഉണ്ടായി ആ സമയത്ത്, അതായത് പോലീസിന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലീസ് വന്ന് പട്രോളിംഗ് നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരാൾ അവിടെ വരുന്നത്. തുടർന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം വിദ്യാർത്ഥിനികളോട് പോലീസ് പറഞ്ഞ മറുപടി ഇതാണ്. അത് നമുക്ക് പറയാൻ അത്യന്തം ദുഃഖമുണ്ട്. ആ കുട്ടികൾ പറഞ്ഞ വരികൾ പറയാൻ. അതായത് അവരോട് പറഞ്ഞത്, ഒളിഞ്ഞു നോക്കാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് പൊക്കോട്ടെ, നിങ്ങൾ അതിനെ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല, അത് അയാൾ വന്ന വഴിക്ക് പൊക്കോളും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് രാത്രി അവിടെ എത്തിയപ്പോൾ വിദ്യാർത്ഥിനികളോട് പറഞ്ഞതെന്നാണ് ഒരു വിദ്യാർത്ഥി നമ്മളോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത്ര അലക്ഷ്യമായാണ് അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ നമ്മൾ പരിഗണിക്കേണ്ടത് യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുകയാണ്. കായംകുളം MSM ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികൾ അവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എത്തുമ്പോൾ പേരന്റ്സ് മീറ്റിംഗ് അടക്കം നടക്കുന്നുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ ഉറക്കം നിന്ന്, അതായത് ശുചിമുറിയിലേക്ക് പോകാൻ കുട്ടികൾക്ക് ഭയമാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥിനികൾ ഭക്ഷണം കഴിക്കുന്നില്ല. കാരണം ശുചിമുറി കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല. പ്രിൻസിപ്പളോട്, അതായത് അവരുടെ MSM കോളേജിലാണ് കുട്ടികൾ ഈ ഹോസ്റ്റലിലെ ഫീ അടയ്ക്കുന്നത്. MSM കോളേജ് പ്രിൻസിപ്പലിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണ് ഉണ്ടായതെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല, ഈ പ്രതിഷേധത്തിനിടയിൽ 3 വിദ്യാർത്ഥിനികൾ അവിടെ ബോധക്ഷയത്താൽ വീഴുകയും ചെയ്തു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡോക്ടർമാരടക്കം പറഞ്ഞത് ഇവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു, മാനസിക നിലയെ കാര്യമായി ബാധിക്കുന്നു, ഭയമുണ്ട് കുട്ടികൾക്ക് വലിയ തോതിൽ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ദിവ്യ, അവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ്, ഡോക്ടർ ദിവ്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. വനിതാ സെല്ലിന്റെ നേതൃത്വത്തിൽ, വുമൻസ് സെല്ലിന്റെ നേതൃത്വത്തിൽ അവിടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കം നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അവരും വ്യക്തമാക്കുന്നു. എന്തായാലും പോലീസ് ഇങ്ങനെ ഒരു മറുപടി, അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമെന്ന് നമ്മൾ അവകാശം ഉന്നയിക്കുമ്പോഴാണ് 80ഓളം വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ ആഴ്ചകളായി ഭയന്നിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവർ അഭയം തേടിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മറുപടിയാണോ ഉണ്ടാകേണ്ടതെന്നുള്ള ചോദ്യം വലിയ തോതിൽ ഇപ്പോൾ ആ ഒരു പ്രതിഷേധമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ, ദയവായി തുടരുക. ഇപ്പോൾ പ്രതിഭ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി പ്രതിഭ, ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായി നൽകിയതാണ്. പെൺകുട്ടികളാണ് ഇങ്ങനെ ഒരു പരാതിയുമായി എത്തിയത്. പക്ഷെ കായംകുളം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് ഉണ്ടായത്.
എന്തുകൊണ്ടാണ് ഈ പോലീസ് സംവിധാനം ഈ വിഷയത്തെയൊക്കെ ഇങ്ങനെ ലഘൂകരിച്ച് കാണുന്നത്? ഒന്നുകൂടി പറയൂ. ഈ MSM കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ നേരിടുന്ന പ്രതിസന്ധി അത് പരാതിയായി തന്നെ കായംകുളം പോലീസിൽ എത്തിയിട്ടുണ്ട്. അവിടെ അജ്ഞാതൻ രാത്രി സമയങ്ങളിൽ എത്തുന്നു, കുട്ടികളെ ഭയപ്പെടുത്തുന്നു, കുട്ടികൾ ബോധം കെട്ട് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി. പോലീസിൽ പരാതി നൽകിയപ്പോൾ അതിനെ ലഘൂകരിച്ച് കാണുകയാണ് പോലീസ്. വിദ്യാർത്ഥിനികളോട് തമാശ മട്ടിലൊക്കെ മറുപടി പറഞ്ഞ് പോവുകയാണ് പോലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? അല്ല, അങ്ങനെ പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേറ്റം തെറ്റ് തന്നെയാണ്. കാരണം ഇതെന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. പോലീസ് ഇങ്ങനെ കുട്ടികളോട് മോശമായി പെരുമാറി എന്നൊരു പരാതി എന്റെ മുന്നിൽ വന്നിട്ടില്ല. ഞാൻ സംഭവ സ്ഥലത്ത് പോയി ഞാൻ മാനേജ്മെന്റിന് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. ഈ രൂപത്തില് അവിടെ വേണ്ടത്ര ലൈറ്റ് അറേഞ്ച്മെന്റ്സ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യണം. എവിടെയെങ്കിലും ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാർക്ക് കയറാൻ കഴിയുന്ന പഴുതുകൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം. CCTV വെക്കണം. ഇത്രയും കാര്യങ്ങൾ അവിടെ ഇന്നലെയോടുകൂടി അവർ ഫുൾഫില്ല് ചെയ്തിട്ടുണ്ട്. CCTV സംവിധാനങ്ങൾ ചെയ്തു. പക്ഷെ പോലീസും കുട്ടികളും തമ്മിൽ ഒരു സംഭാഷണം ഉണ്ടായതായിട്ടോ പോലീസ് മോശമായിട്ട് പെരുമാറിയതായിട്ടോ ഈ നിമിഷം വരെ MLA എന്ന നിലയിൽ എന്റെ അടുത്തൊരു പരാതി വന്നിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതുവരെ എനിക്കറിയില്ല അങ്ങനെ വിഷയം ഉള്ളതായിട്ട്. ഞാൻ തീർച്ചയായിട്ടും അന്വേഷിക്കാം. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കമന്റ് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം അവിടുത്തെ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ പോലും സ്ത്രീകൾ പാനിക് ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പാനിക് ആയിട്ടുള്ള കുട്ടികളോടൊപ്പം നമ്മൾ നിൽക്കുകയാണ്. അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കള്ളൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാള് ഇനി മദ്യലഹരിയിലാണ് അവിടെ കയറിയിട്ടുള്ളത്, എന്താണെങ്കിലും അത് പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അപ്പം പോലീസിന്റെ ഭാഗത്തുനിന്ന് അൺനെസസറി കമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് കാണും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിന്റ് കിട്ടിയിട്ടില്ല കേട്ടോ. റൈറ്റ്, തീർച്ചയായും പരാതി കിട്ടിയിട്ടുണ്ടാവില്ല. ശരണ്യ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുന്നുണ്ട്. ദയവായി MLA ഒന്ന് തുടരുക. ശരണ്യ, ഇതാണ് MLAയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. അഭിലാഷ്, കഴിഞ്ഞ ദിവസം യു പ്രതിഭ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ കോളേജിൽ എത്തിയിരുന്നു. ഈ വിഷയം പരാതിയായി കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നപ്പോൾ തന്നെ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഈ സ്ഥലത്തെ സംഭവങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം, അതായത് MLA അവിടെ എത്തിപ്പോയതിനു ശേഷമാണ് വീണ്ടും ഇയാൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവം, അതായത് MLA കുട്ടികളെ സന്ദർശിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയും ഇതേപോലെ തന്നെ ടെറസിൽ ഇയാൾ എത്തുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ ഭയത്തോടുകൂടി മാനേജറുടെ വീട്ടിലേക്ക് പോകുന്നു. അന്നും ഇതുപോലെ പോലീസ് പെട്രോളിംഗ് ആണ്. അതായത് അധ്യാപകർ പറയുന്നത് വനിതാ പോലീസുകാരെ ഇവിടെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പോലീസുകാരുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് വനിതാ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സാഹചര്യമില്ല, പെട്രോളിംഗ് നടത്തി പൊക്കോളാം എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പറയുന്നു. അന്ന് രാത്രി പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടികൾ മാനേജറുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് പ്രതിഷേധിച്ച് ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുള്ളത്. ആ മറുപടി ഒരിക്കൽ കൂടി ഒന്ന് MLA കേൾക്കാൻ. ശരണ്യ, ഏത് തരത്തിലായിരുന്നു പ്രതികരണം എന്ന് ഒരിക്കൽ കൂടി ഒന്ന് MLA കേൾക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഈ കുട്ടികൾ ഇത്തരത്തിൽ ആളെ ടെറസിന്റെ മുകളിൽ കണ്ടു എന്ന് പറയുന്നു. നമുക്ക് ഏറ്റവും ദുഃഖകരമായി പറയേണ്ടത് അവിടുത്തെ ശുചിമുറികളിലടക്കം നമ്മൾ ആ ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു. ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത്, അതായത് കിച്ചന്റെ ഭാഗത്തോട് ചേർന്നുള്ള ശുചിമുറിയുടെ ഭാഗത്ത് മാനേജ്മെന്റ് അധികൃതർ ഒരു ഗേറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഗേറ്റ് ഒരു ഭിത്തിയുടെ മറയായി ചേർത്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ആ ഭാഗത്ത് നമ്മൾ നോക്കുന്ന കാൽപ്പാടുകളടക്കം നിരവധിയുണ്ട്. തുടർന്ന് വിദ്യാർത്ഥിനികളോട് ഞങ്ങളോട് പറഞ്ഞ മറുപടി പോലീസ് അവർ ഞങ്ങളോട് പറഞ്ഞത്, ഒളിഞ്ഞു നോക്കാൻ വന്നവരാണെങ്കിൽ അത് നോക്കിയിട്ട് അവർ പൊക്കോളും, നിങ്ങൾ അതിനെ കാര്യമായി എടുക്കേണ്ട, വിട്ടുകള എന്നുള്ളൊരു മറുപടി അന്ന് രാത്രി അവിടെ എത്തിയ. എന്തായാലും സ്ഥലം MLA അവരും ഒരു സ്ത്രീയാണ്. താങ്കൾ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീമതി പ്രതിഭ, എന്താണ് താങ്കൾക്ക് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ നിമിഷം വരെ എനിക്ക് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തതായിട്ട് ആരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാനത് അന്വേഷിക്കാം. അവിടുത്തെ DYSP വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏത് നിമിഷം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അടക്കം ഏത് നിമിഷം ആ കോളേജിലേക്ക് വിളിച്ചാലും കാര്യങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹം കായംകുളത്തെ DYSP മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ചെന്ന സമയത്ത് CA അടക്കമുള്ള പോലീസുകാർ പരിശോധനയ്ക്ക് അവിടെ വന്നിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു സംസാരം നടന്നതായിട്ടോ ഒന്നും എന്റെ ശ്രദ്ധയിലേക്ക് അവർ തന്നിട്ടില്ല. അതിനുശേഷം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു
വർത്തമാനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും യോജിക്കുന്നതല്ല. കൃത്യമായിട്ട് ഞാൻ അന്വേഷിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യുകയും ചെയ്യും. തീർച്ചയായും ഞങ്ങളുടെ കൂടി അഭ്യർത്ഥനയാണ്, ഇങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത് എങ്കിൽ അതിൽ താങ്കൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കൃത്യമായി ഇടപെടണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ്, പെൺകുട്ടികളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയാൽ ഈ രീതിയിലാണോ എങ്കിൽ അവർ നോക്കിയിട്ട് പൊക്കൊള്ളട്ടെ എന്ന തരത്തിലാണ് മറുപടി നൽകുന്നത് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് താങ്കളെ അത് നേരിട്ട് അറിയിക്കാൻ പറ്റാത്തതാകാം. വളരെ നന്ദി ശ്രീമതി പ്രതിഭ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതാണ് ശരണ്യ, ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായെങ്കിൽ അക്കാര്യം സംസാരിക്കാമെന്ന് കൂടിയാണ് പറയുന്നത്. പക്ഷേ ഇത് ഗൗരവതരമാണ്. കാരണം ശരണ്യ തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പോലെ സ്ത്രീ സുരക്ഷയെന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിച്ചാൽ പോരാ. ആ സുരക്ഷ ഒരുക്കേണ്ടവർ ഒരു കോളേജിലെ പെൺകുട്ടികൾ പരാതിയുമായി വരുമ്പോൾ ഈ തരത്തിലൊന്നും അല്ല പറയേണ്ടത്. മാത്രവുമല്ല ഇത് ആരാണ് എന്ന് കണ്ടെത്തുക അതൊരു ഗൗരവതരമല്ലാത്ത ചിലപ്പോൾ ഒന്നായിരിക്കാം. ഈ പറയുന്നത് പോലെ മദ്യലഹരിയിൽ ആരെങ്കിലും എത്തിയതാകാം, ഭയപ്പെടുത്താൻ ഏതെങ്കിലും മാനസിക പ്രശ്നമുള്ള ഒന്നാകാം. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്തുക എന്നതും പോലീസിന്റെ ഉത്തരവാദിത്തമാണല്ലോ. അഭിലാഷ്, ഇത് നമുക്ക് അത്തരത്തിൽ ലാഘവത്തോടു കൂടി കാണാൻ കഴിയില്ല. കാരണം ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുട്ടികൾ ഇത്തരത്തിൽ കോളേജിന്റെ ശുചിമുറിയിൽ, അതായത് പരീക്ഷ നടക്കുന്ന കാലയളവാണ്, പഠനത്തിനിടയിൽ പുലർച്ചെ 1 മണിയോടുകൂടി കോളേജ് ഹോസ്റ്റലിന്റെ ശുചിമുറിയിലേക്ക് എത്തിയ വിദ്യാർത്ഥിനി തൊട്ടടുത്ത മുറിയിൽ മറ്റൊരാൾ, അതായത് ഈ കോളേജിന്റെ ശുചിമുറികളുടെ മുകൾ ഭാഗം തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ല, അതിന് മുകളിലേക്കാണ് അതിന്റെ റൂഫ് ഉള്ളത്. അതിന്റെ ആ തൊട്ടടുത്ത ശുചിമുറിയിലെ ക്ലോസറ്റിന് മുകളിൽ കയറിയുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് നോക്കുന്നതാണ് ഈ കുട്ടി കഥ തുറന്ന് ചെല്ലുമ്പോൾ കാണുന്നത്. തുടർന്ന് ഈ കുട്ടി ഭയപ്പെട്ട് അവിടെ അനങ്ങാതെ കുറെ നേരം നിൽക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് എത്തി. കാരണം അവിടെ അവൾ പറഞ്ഞത് ഭയം മൂലം തനിക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരാളെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മുറിയിലേക്ക് എത്തുമ്പോൾ ഇവരുടെ തൊട്ടടുത്ത്, അതായത് ഈ ബാത്റൂമിന്റെ അടുത്തുള്ള മുറിയാണ്, അവിടെ എത്തുമ്പോൾ ആ മുറിയുടെ അകത്ത് ഇയാൾ ഈ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതായത് ആ കുട്ടി മുഖാമുഖം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ഈ ബാത്റൂമിൽ വെച്ച് കണ്ട കുട്ടിയുണ്ട്. ഈ കുട്ടിയെ കുറെ നേരം നോക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് എന്ന് പറയുന്നു. അവൾ പറയുന്നു ആ സമയം ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം അലറി കരയുകയായിരുന്നു. തുടർന്ന് ആ ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ ഞായറാഴ്ച വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം ഇത്തരത്തിൽ അപശബ്ദങ്ങളും നിഴലുകളും കാണുന്നു എന്ന് കുട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചൊവ്വാഴ്ച ഈ സംഭവം ഉണ്ടായി. അതിനുശേഷം പോലീസ് വന്ന് പരിശോധിച്ചു. വീണ്ടും ഇയാൾ അവിടെ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം 5ഓളം തവണ പോലീസ് അന്വേഷണം നിലനിൽക്കുമ്പോൾ തന്നെ പല ആളുകളായി മാറി എത്തുന്നു എന്നുള്ളതാണ്. ആദ്യം കണ്ടത് രക്ഷകർത്താവ് പറഞ്ഞത് ഒരു മൈനറായ കുട്ടിയാണെന്നാണ് ആദ്യം അവർ പറയുന്നത്. പിന്നീട് വേറെ വലിയ ആളുകളെ കണ്ടുവെന്ന് കുട്ടികൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ അവിടെയൊക്കെ എത്തുന്നു, പുലർച്ചയോടെ എത്തുന്നു. അത് വലിയ ഭയാനകമായ ഒരു സാഹചര്യം. അതായത് ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നമ്മളെ പുലർച്ചെ 1 മണിയോടുകൂടി എന്നെ വിളിച്ചിരുന്നു. കാരണം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇവരോട് എല്ലാ ദിവസവും സംവദിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിളിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇന്നും അയാൾ എത്തിയിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണ് അതായത് ഈ കുട്ടികൾ നിർബന്ധപൂർവ്വം ചെന്ന മാനേജറെ വീട്ടിൽ ചെന്ന് CCTV പരിശോധിപ്പിച്ചു. കുട്ടികൾ ഇത് പരിശോധിപ്പിക്കുമ്പോഴാണ് ഇതിനകത്ത് 2 തവണ, അതായത് ഈ ചൊവ്വാഴ്ചയും അതിനു മുമ്പും ഇവിടെ ആളുകൾ കയറിയിട്ടുണ്ട് എന്നുള്ളത് ലൈറ്റ് ഉൾപ്പെടെ ഊരി മാറ്റുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നത്. ഇവർ ഇത് പോലീസിന് കൈമാറുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി. വീണ്ടും പ്രതിഷേധമുയർന്നു. കോളേജിൽ പ്രതിഷേധമുയർന്നു. അവരെത്തി പരിശോധന നടത്തുന്നു. ഈ പരിശോധന നടത്തിക്കഴിഞ്ഞു വീണ്ടും അയാൾ അവിടേക്ക് എത്തണമെങ്കിൽ അത് ഏതുതരം മാനസികാവസ്ഥയുള്ള നമ്മുടെ നിയമ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു മാനസിക നിലയുള്ള ഒരാളാണ്. അയാൾ അപകടകാരിയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം അവിടെ കുട്ടികൾക്കുണ്ടാകുന്നു. അവർ പറയുന്നത് അവർ കയ്യിൽ ഹോസ്റ്റൽ റൂമിൽ എല്ലാവരും രാത്രി സംശയം തോന്നിയാൽ ഫാനൊക്കെ ഓഫ് ചെയ്ത് നിശബ്ദമായി എല്ലാവരും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് കയ്യിൽ വടിയും സാധനങ്ങളും ഒക്കെ ഇവർ കൈമാറുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ കൈ വെച്ചുകൊണ്ട് ഈ കുട്ടികൾ രാത്രി മുഴുവൻ ഉറക്കം നിന്നാണ് പിറ്റേ ദിവസം കോളേജ് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി പ്രതിഷേധിക്കുമ്പോൾ അവിടെ 3 കുട്ടികൾ ബോധക്ഷയമുണ്ടായി വീഴുന്നത്. എങ്ങനെയാണ് ഇതിന് നിസ്സാരമായി ഈ പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് നിരന്തരം അവിടെ വന്നു പോയ ഒരാളെ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് അവരെ സംബന്ധിച്ച് യാതൊരുവിധ സൂചനയും ലഭിക്കാത്ത സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രതിയെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം സാധാരണ ഉദ്യോഗസ്ഥരല്ല, പ്രതിയെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ആ സാഹചര്യത്തിലും ആണ് ഇപ്പോൾ അവിടെ എത്തിയ രാത്രി ഭയന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളെ ആശ്വസിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്
ഇത്തരത്തിൽ മറുപടി ഉണ്ടായെന്ന് കുട്ടികൾ പറയുന്നത്. അവർക്ക് അവരുടെ മുഖം വെളിപ്പെടുത്തി പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവരൊക്കെ ടാർഗറ്റഡ് ആകും. കാരണം പഠിക്കുന്ന കോളേജിലെ ഒരു മാനേജ്മെന്റിനെതിരെയാണ് വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് വളരെയധികം കുട്ടികൾക്ക് ആശങ്കയുണ്ടെങ്കിലും ഇവരൊക്കെ ഇതൊക്കെ തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഇതൊന്നും നിർവാഹമില്ലാത്ത, ഇതൊന്നും പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ MSM കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സർവകലാശാലയ്ക്ക് പരാതി നൽകി എന്നുള്ളതാണ്. തങ്ങളുടെ സാഹചര്യം സുരക്ഷിതമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ആ കോളേജിലെ അധ്യാപകർ തന്നെയാണ് തിരുവനന്തപുരത്തെത്തി സർവകലാശാലയ്ക്ക് നേരിട്ട് പരാതി കൈമാറിയിട്ടുള്ളത്. അത്രയും ഗൗരവകരമായ വിഷയം അവിടെ നിലനിൽക്കുമ്പോൾ അതിൽ പോലീസ് കുറച്ചുകൂടെ ഊർജിതമായ അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഈ ആശങ്കകൾ പരിഹരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കണം. മറിച്ച് ഇത്തരത്തിലുള്ള കമന്റ്സ് ആണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറുപടിയാണോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്? ഏത് ഉദ്യോഗസ്ഥരാണ് അത്തരത്തിലുള്ള മറുപടി കുട്ടികൾക്ക് നൽകിയതെന്നടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് ഒന്നാം പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ പ്രഥമ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് കേരളം. അഭിലാഷ്, ശരണ്യ, ഒറ്റ കാര്യം കൂടി, അതായത് നേരത്തെ പ്രതിഭ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പോലീസിന്റെ ഭാഗത്ത് നിന്നൊക്കെ നല്ല ഇടപെടൽ ആണ് ആ ഘട്ടത്തിൽ ഉണ്ടായത് എന്ന്. ഈ ജനപ്രതിനിധികൾ എത്തി അവിടെ സന്ദർശനമൊക്കെ നടത്തുന്നു, അതിനുശേഷവും ഒക്കെയാണ് ഈ തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നത്. എന്തായാലും MLA പറയുന്നത് അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാനേ സാധിക്കൂ. ആ പ്രദേശത്ത് ഇതൊരു ചർച്ചയായ വിഷയമാണല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ അവിടെ എത്തുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഗൗരവമുള്ള ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു. മാനേജ്മെന്റ് ഏതെങ്കിലും തരത്തിൽ, അതായത് ഇത്രമേൽ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ മാനേജ്മെന്റും ഇടപെടുന്നു, പരാതിയായി സർവകലാശാലയിലേക്കൊക്കെ പോകുന്നു, എന്നിട്ടും ആ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ അത് ആരുടെ ഭാഗത്ത് നിന്നാണ് ഒരു അനാസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതില് നമുക്കറിയാം, ഇതിനു മുമ്പും MSM കോളേജ് പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് MSM കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച ഒരു വിദ്യാർത്ഥി, അവിടെ പഠിച്ച് പഠനം പൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ സ്വാധീനത്തിൽ വഴങ്ങി PG വിദ്യാഭ്യാസത്തിന് അനുമതി നൽകി എന്നുള്ളതാണ്. കാരണം അവിടെ പഠിപ്പിച്ച അധ്യാപകർക്ക് അറിയാം ഈ കുട്ടി പാസ്സായിട്ടില്ലെന്ന്. പക്ഷേ എന്നിട്ട് പിന്നീട് അയാൾക്ക് PGക്ക് അവിടെ വരുമ്പോൾ യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ മറ്റൊരു സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി അതേ കാലയളവിൽ, അതായത് ഇവിടെ പഠിച്ച അതേ കാലയളവിലുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി അഡ്മിഷൻ കൊടുത്തിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം. നമ്മളെ മാധ്യമങ്ങൾ അത് ഏറെ ചർച്ച ചെയ്യുകയും പോലീസ് കേസാവുകയും അറസ്റ്റ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും സർവകലാശാല ഈ മാനേജ്മെന്റിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം MSM കോളേജുമായി ബന്ധപ്പെട്ട് MSM കോളേജ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭയിലെത്തി ഉദ്യോഗസ്ഥരുമായി ഈ കോളേജ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന നിയമത്തിന് വഴങ്ങിയാണോ എന്നുള്ളത് നമ്മൾ അത്തരമൊരു പരിശോധന നമ്മൾ നടത്തി. തുടർന്ന് അവിടുത്തെ ആരോഗ്യ വിഭാഗം പറയുന്നത് അത്തരത്തിലൊരു ലൈസൻസ് ഞങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സംവിധാനമൊന്നുമല്ല. 20 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. കോളേജ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരുപാട് മഹത്തായ ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു കോളേജാണ്. ആ കോളേജ് മാനേജ്മെന്റിന്റെ BEd സെന്ററിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കുമ്പോൾ ആ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന നിയമവിധേയമാണോ എന്ന് പരിശോധിക്കാൻ, അല്ലെങ്കിൽ അത് ആരും അറിയാതെ രഹസ്യം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ല. എന്നിട്ടും എന്തുകൊണ്ട് നഗരസഭയോ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അതിനെതിരെ ഒരു നടപടിയെടുത്തില്ല? അപ്പോൾ അതിനകത്ത് കൃത്യമായ ഒരു സ്വാധീനം എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അടക്കമുള്ള ആളുകൾ പറയുന്നു 20 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലിൽ ലൈസൻസ് ഇല്ല എന്നുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി നമ്മൾ മാധ്യമങ്ങൾ ഇത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണോ ഇത്തരം പരിശോധനകൾ വരേണ്ടത്? കാരണം നമ്മൾ അവിടെ നിൽക്കുന്ന ആ ദിവസം തന്നെയാണ് ഈ വാർത്ത നമ്മൾ പുറത്തേക്ക് വിട്ട് അവിടെ നിൽക്കുന്ന ആ ദിവസമാണ് നഗരസഭയുടേതായ ഒരു പരിശോധന പോലും അവിടെ ഉണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് വിഭാഗവും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിൽ ഹോസ്റ്റലിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു. തുടർ നടപടികൾ എന്ത് സ്വീകരിച്ചു? എന്തുകൊണ്ട് ഇത്രയും കാലം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഒരു സംവിധാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല? അവിടെ അധ്യാപകരോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു അവിടെ മേട്രൺ ഇല്ല, വാർഡൻ ഇല്ല, അത്തരം സംവിധാനങ്ങളൊന്നും അവിടെയില്ല. ഇന്ന് പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അന്ന് ചെല്ലുമ്പോൾ അവർ പറയുന്നത്. അതായത് 20 വർഷക്കാലമായി ഈ സംവിധാനം പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നതിന് മാനദണ്ഡങ്ങളില്ലേ? കുട്ടികളുടെ സുരക്ഷിത, കുട്ടികളെ നിന്ന് ഫീസ് വാങ്ങിയാണ് അവിടെ ഒരു അക്കോമഡേഷൻ അവർക്ക് കൊടുക്കുന്നത്, നല്ല ഫീസ് വാങ്ങി തന്നെയാണ്. അത്തരത്തിൽ അക്കോമഡേഷൻ കൊടുക്കുമ്പോൾ
അവരെ വിശ്വസിച്ച് കോഴിക്കോട് നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ച് താമസിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി അല്ലെങ്കിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് വാർഡനെ അടക്കം ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അവിടുത്തെ മാനേജ്മെന്റ് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ മാനേജ്മെന്റ് സ്വാധീനത്തിന് വഴങ്ങി പല കാര്യങ്ങളും അവിടെ മറച്ചു വെക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ ഒരു കേസിലും അത്തരം ഇടപെടൽ ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. തീർച്ചയായും ഈ വാർത്ത ശരണ്യ സ്നേഹജനാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ പിന്തുടർച്ച എന്ന നിലയിൽ കുട്ടികൾ പരാതിയുമായി രംഗത്തെത്തുമ്പോൾ വളരെ ലഘൂകരിച്ച് കാണുകയും അങ്ങനെ അവരുടെ ബാത്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കിയെങ്കിൽ ഒളിഞ്ഞു നോക്കിയിട്ട് പോയിക്കൊള്ളട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണവുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് വിദ്യാർത്ഥിനികളുടെ പരാതി. ഒരിക്കൽ കൂടി ആ റിപ്പോർട്ടിലേക്ക്. പോലീസ് നിരീക്ഷണത്തെ പോലും വെല്ലുവിളിച്ച് ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ സാമൂഹ്യ വിരുദ്ധനെ രാത്രിയിൽ കണ്ട ഭയന്ന് സുരക്ഷിതത്വം ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിക്ക് കായംകുളം പോലീസ് നൽകിയ മറുപടിയാണിത്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതുമില്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ശുചിമുറിയിലടക്കം അപരിചിത സാന്നിധ്യം കണ്ട് ഒന്നുറങ്ങാൻ പോലും ആകാതെ ഭയന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ് ഒട്ടും പരിഗണനയില്ലാത്ത മറുപടിയെന്ന് വേണം ഓർക്കാൻ. സ്ത്രീ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്താണ് 80ഓളം വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടുന്നത്. മുന്നേ കണ്ട CCTV ദൃശ്യങ്ങളടക്കം കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിവരം കൈമാറിയിട്ട് ആഴ്ച ഒന്ന് പിന്നിടുന്നു. ഒളിഞ്ഞു നോക്കാൻ വന്നവനാണെങ്കിൽ വിട്ടുകളയെന്ന് കുട്ടികളോട് പറഞ്ഞ അതേ ലാഘവത്തോടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഭയന്ന് വിറച്ച് കോളേജിൽ ബോധക്ഷയമുണ്ടായി വീണ വിദ്യാർത്ഥിനികളുടെ എണ്ണം 3. ഉറക്കം പോലുമില്ലാതെ പെൺകുട്ടികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്തു കൂടിയാണ് ഈ അവസ്ഥയെന്നത് ദയനീയമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത്. അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ പോലീസിൽ ഡിവൈഎസ്പിയിൽ ചെന്നിട്ടുണ്ട്, ഓഫീസിൽ ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അനധികൃതമായാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുവെന്നത് നഗരസഭയും സ്ഥിരീകരിക്കുന്നു. പക്ഷേ നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നു, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നു. ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 ദിവസത്തിൽ കൂടുതലായി. ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല, അതിലേക്ക് ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒടുവിൽ നീതി തേടി വിദ്യാർത്ഥികളും അധ്യാപകരും കേരള സർവകലാശാലയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നലെ MSM കോളേജിലെ അധ്യാപകർ തന്നെ നേരിട്ടെത്തി സർവകലാശാലയ്ക്ക് പരാതി കൈമാറി. ഡിഗ്രി പഠനം പൂർത്തിയാക്കാത്ത പൂർവ്വ വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ ഇടപെടലിന് വഴങ്ങി PG പഠനത്തിന് അനുമതി നൽകി വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസം തകർത്ത അതേ കോളേജ് അധികൃതരും മാനേജ്മെന്റുമാണ് വീണ്ടും ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6350 രൂപ, പവന് 50,800. ഗ്രാം 18 ക്യാരറ്റിന് 52,255, പവൻ 42,040. വെള്ളി 87 രൂപ ഗ്രാമിന്, കിലോ 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.